കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ട പിന്നെയും കേട്ട നടന്ന ഗംഗാ നദിയുടെ തീരത്ത് ഗോസ്പൽ ഫോർ ഏഷ്യ മിഷണറീസ് കണ്ട് നേരിട്ട് രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ്. ആ തീരത്തിലൂടെ ഗോസ്പൽ ഫോർ ഏഷ്യ മിഷണറീസ് നടക്കുമ്പോൾ ആൾക്കൂട്ടത്തിന്റെ അടുത്ത്, ആൾക്കൂട്ടത്തിൽ നിന്നും ഈ വലിയ പരാക്രമം പിടിച്ച് ഓടുന്ന ഇതിന്റെ ഇടയിൽ നിന്നും മാറി ഒരു സ്ത്രീ നെഞ്ചത്തടിച്ചോണ്ട് ആഴമായി കരയുന്ന, നിലവിളിക്കുന്ന കാഴ്ച അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. മിഷണറീസ് അടുത്ത് ചെന്ന് അവരുടെ അടുക്കൽ ഇരുന്ന്, എന്താ കരയുന്നത്, എന്ത് സംഭവിച്ചു? ആ സ്ത്രീയുടെ മറുപടി ഇപ്രകാരമായിരുന്നു: എന്റെ ജീവിതത്തിലെ പാപം ഒരുപാടാണ്, ഇതുപോലെ മറച്ചു വെക്കാൻ ഒരുപാടുണ്ട്. ഈ പാപത്തിന് പരിഹാരം വരുത്തുവാൻ എന്റെ ജീവിതത്തിൽ എനിക്കുള്ള ഏറ്റവും വലിയ പ്രഷ്യസ് ഗിഫ്റ്റിനെ ഞാൻ ഈ നദിയിൽ സമർപ്പിച്ചിട്ട് ഇരിക്കുകയാണ്. അതിന്റെ പെയിനിൽ നിന്നും എനിക്ക് വെളി വരാൻ ഒക്കുന്നില്ല. മിഷണറീസ് ചോദിച്ചു, എന്താ നീ ചെയ്തത്? നിന്റെ പാപം പോക്കാൻ നീ എന്താ ചെയ്തത്? എനിക്ക് ആകെ കൂടുണ്ടായിരുന്ന എന്റെ മകനെ, മാസങ്ങൾ പ്രായമുള്ള ആൺ പൈതലിനെ ഈ നദിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എന്റെ പാപം ക്ഷമിക്കപ്പെടുമോ? എന്നെ ദൈവം സ്വീകരിക്കുമോ? സമാധാനത്തിനായി കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ടിരിക്കുന്ന സ്ത്രീ. മിഷണറിമാർ ആ സ്ത്രീയോട് പറഞ്ഞു, അയ്യോ, ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിനു വേണ്ടി പാപമാക്കി തീർത്ത, ലോകത്തിന്റെ പാപത്തെ ചുമന്ന ദൈവകുഞ്ഞാടുണ്ട്. നിന്റെ പാപമെല്ലാം ക്ഷമിക്കും, നീ വിശ്വസിച്ചാ മതി. ആ സ്ത്രീ തിരിച്ചു പറഞ്ഞ വാചകം ഇതാണ്: ബട്ട് വൈ ഡിഡ്ന്റ് യു കം 10 minutes earlier? 10 മിനിറ്റ് മുമ്പ് എന്തുകൊണ്ട് ഇവിടെ വന്നില്ല? എന്നോട് എന്തിത് പറഞ്ഞില്ല? പാപമോചനത്തിനായി എനിക്ക് സമാധാനമില്ല, എനിക്ക് നിത്യജീവനില്ല. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അനേക ഇടങ്ങളിൽ അലഞ്ഞോടി നടക്കുന്നു. എന്റെ കൺമുമ്പിൽ കൽപാത്രങ്ങളുണ്ട്, എന്റെ കൺമുമ്പിൽ ആലയമുണ്ട്, എന്റെ കൺമുമ്പിൽ നിക്കോദിമോസിനെ പോലെ പഠിപ്പിക്കുന്ന മതത്തിന്റെ ഗുരുവുണ്ട്. എന്നാൽ ഐ ആം എംപ്റ്റി. എനിക്ക് നിരാശ പൂണ്ട് ശൂന്യനായിരിക്കുന്ന ഞാൻ എന്തു ചെയ്യണം? ഒന്നും ചെയ്യണ്ട. ഒറ്റ കാര്യം, ഇരിക്കുന്നിടത്ത് വിശ്വസിച്ചാൽ. യു ബിലീവ് ദാറ്റ് ജീസസ് ഡൈഡ് ഫോർ യു. ആ ദൈവത്തിന്റെ രക്ഷണ്യ പ്രവൃത്തിയിൽ വിശ്വസിക്കുക.